ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ടോപ്പിക് ആണ്. അതിൽ എക്സ്പ്ലെയിൻ ദ എൻവയോൺമെന്റൽ കൺസർവേഷൻ മെഷേഴ്സ് ടേക്കൺ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഇന്റർനാഷണൽ NGOs ഇൻ ദി പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്. ഓക്കെ, ഇന്റർനാഷണൽ NGOസിന്റെ റോൾ എന്താണെന്നുള്ളതാണ്. അത് നമ്മുടെ പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഇന്റർനാഷണൽ NGOസിന്റെ റോൾ എന്തെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റോള് നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ NGOs ഏതൊക്കെയാണ്, ഇന്ത്യയിലുള്ള മറ്റ് NGOകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ വെച്ചതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പിന്നെ ആ റോളിനെ കുറിച്ച് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. സോ നമുക്ക് നോക്കാം. ഇന്റർനാഷണൽ NGOs ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സുകൾ എന്തൊക്കെയാണ്? എ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ അഥവാ NGO ഈസ് എ സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ വർക്കിംഗ് ടുവേർഡ്സ് എ ബെറ്റർ സൊസൈറ്റി. ഓക്കെ, ഇറ്റ് ഈസ് എ സോഷ്യൽ ഓർഗനൈസേഷൻ working towards a better society. It perseveres to bring a positive change by uniting people who share the common vision of a developed India and pay back to the society which helped us. Okay, അപ്പോൾ എന്താണ് ഇതിന് ഏറ്റവും കൂടുതൽ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ജനങ്ങളെ ഒന്നു ചേർക്കുക, ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും ഒന്നായിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുക, അല്ലെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് ബോധ്യപ്പെടുക എന്നുള്ളതിന്റെ ഒരു റോളാണ് നടത്തുന്നത്, NGOs നടത്തുന്നത്. ഇറ്റ് ഈസ് റൺ ബൈ വളണ്ടിയേഴ്സ് ഹു ആർ റെഡി ടു ഓഫർ ദെയർ ഫ്രീ സർവീസ് ഫോർ ദി ബെറ്റർമെന്റ് ഓഫ് ദി സൊസൈറ്റി. ഓക്കെ, അതിൽ വർക്ക് ചെയ്യുന്നവരാരാണ്? വളണ്ടിയേഴ്സ് ആണ്. അതൊരു വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ സ്വമേധയാ പോയി വളണ്ടിയർലി പോയിട്ട് അവർ സർവീസ് എന്ന രീതിയിൽ പേയ്മെന്റ് ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത്രയും മെയിൻ ആയിട്ടുള്ള ഒരു 3 പോയിന്റ്സുകൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് ഉൾപ്പെടുത്തുക. എന്നിട്ട് 2 കാര്യങ്ങൾ നമ്മൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന്, ഇന്റർനാഷണൽ NGOസിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഇന്റർനാഷണൽ NGOs ഏതൊക്കെയാണെന്നും മറ്റൊന്ന് ഇന്ത്യയിലുള്ള NGOs ഏതൊക്കെയാണെന്നുള്ളതും. അത് ഇന്റർനാഷണൽ NGOs ഉണ്ടോ, ഇന്ത്യയിലെ തന്നെ അതോറിറ്റിയിൽ വരുന്ന NGOസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് 2 ടൈപ്പ് ഓഫ് NGOസിനെ കുറിച്ച് കൂടി നിങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മൾ 4th പാർട്ടിൽ, അതായത് പിന്നെ 4th അല്ല, പിന്നെ 6th പാർട്ടിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് വീഡിയോയിലെ 6th മെയിൻ പോയിന്റിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. എന്താണ് 6th മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്? ഇന്റർനാഷണൽ NGOs ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. അതിൽ 5 NGOs ആണ്, ഇന്റർനാഷണൽ NGOs ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. എൻവയോൺമെന്റൽ ഫൗണ്ടേഷൻ ഫോർ ആഫ്രിക്ക, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, ദെൻ കൺസർവേഷൻ ഇന്റർനാഷണൽ, ദെൻ ഗ്രീൻ പീസ്, ദെൻ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഓക്കെ, ഇങ്ങനെ 5 NGOs ആണ്. അത് ഏത് തരത്തിലുള്ള NGOs ആണ്? ഇന്റർനാഷണൽ NGOs ആണ്. ഇനി അതേപോലെ തന്നെ നോട്ടബിൾ NGOs ഇൻ ഇന്ത്യ വർക്കിംഗ് ഇൻ ദി ഫീൽഡ് ഓഫ് എൻവയോൺമെന്റൽ കൺസർവേഷൻ ആർ. പ്രകൃതി സംരക്ഷണത്തിന് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന NGOസുകൾ ഏതൊക്കെയാണ്, അതിൽ പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ്. നോട്ടബിൾ ആയിട്ടുള്ള NGOs ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒരു 10ഓളം NGOs ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി അതിൽ ഏതെങ്കിലും ഓർമ്മ വരുന്ന ഒരു 3-4-5 NGOs കൂടി നിങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ആ ഒരു 5 NGOs എങ്കിലും നിങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ആസാം സയൻസ് സൊസൈറ്റി, ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ്, സെന്റർ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, CPR എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ സെന്റർ or CR, രാമസ്വാമി അയ്യർ ഫൗണ്ടേഷൻ, ദെൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ദെൻ കൽപവൃക്ഷ്, ദെൻ നർമ്മദ ബച്ചാവ് ആന്തോളൻ, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, ദെൻ ഫൗണ്ടേഷൻ ഫോർ റീവൈറ്റലൈസേഷൻ ഓഫ് ലോക്കൽ ഹെൽത്ത് ട്രഡീഷൻസ് എന്നിങ്ങനെയുള്ള ഈ ഒരു NGOസിൽ, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന NGOസിൽ ഒരു 5 കൂടി നിങ്ങൾ ആഡ് ഓൺ ചെയ്യുക. ഏത്? ഇന്റർനാഷണൽ NGOസിനെ കൂടാതെ ഈ ഒരു ഇതിൽ ഏതെങ്കിലും ഒരു 5. ഇപ്പം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നുള്ളതൊക്കെ ഇന്റർനാഷണൽ NGOസിലും എടുത്തു പറയുന്നതാണ്. ഓക്കെ, ഇന്ത്യയിൽ ഇതും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ കോട്ട് ചെയ്യാവുന്നതാണ്. ഇനി റോൾസ് ആണ്. ഏതൊക്കെ തരത്തിലുള്ള NGOs ആണ്? NGOസിന്റെ റോൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദ റോൾ ഓഫ് ഇന്റർനാഷണൽ NGOs ഇൻ ദി പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്. അത് ഇന്റർനാഷണൽ NGOs ആണെങ്കിലും അത് കൂടാതെ തന്നെ കുറെയൊക്കെ നാഷണൽ NGOs ആണെങ്കിലും അതിന്റെ റോൾ എന്താണെന്നുള്ളത് നമുക്ക് ഇവ 2 തരത്തിൽ ചോദിച്ചാലും നമുക്ക് ഇവ തന്നെ എഴുതി വെക്കാവുന്നതാണ്.
So international NGOs play a crucial role in environmental protection by advocating for policy changes, raising awareness, and implementing on-the-ground conservation projects. ഓക്കെ, അപ്പോൾ പോളിസി ചേഞ്ച് ചെയ്യുന്നതിനും അവയർനെസ് പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ പിന്നെ കൺസർവേഷൻ പ്രൊജക്ടുകൾ, ഓൺ ദി ഗ്രൗണ്ട് കൺസർവേഷൻ പ്രൊജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ ആര് വഹിക്കുന്നുണ്ട്? NGOs വഹിക്കുന്നുണ്ട്. ദേ വർക്ക് ടു അഡ്രസ് ഇഷ്യൂസ് ലൈക്ക് പൊല്യൂഷൻ, ഡിഫോറസ്റ്റേഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ഓഫൺ പാർട്ട്ണറിംഗ് വിത്ത് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ പ്രാക്ടീസസ്. അത് കൂടാതെ തന്നെ ഈ ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്നതിന് NGOs മുൻകൈയെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലോക്കൽ കമ്മ്യൂണിറ്റീസുമായിട്ടും മറ്റ് സസ്റ്റൈനബിൾ പ്രാക്ടീസിനും വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ അതിൽ പാർട്ട്ണർഷിപ്പായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ചെയ്യുന്നുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദ റോൾ ഓഫ് ഇന്റർനാഷണൽ NGOs എന്നുള്ള മെയിൻ ഹെഡിങ് കൊടുത്തുകൊണ്ട് ഈ ഒരു 2 സെന്റൻസ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് നമ്മൾ എന്തൊക്കെ റോളുകളാണ് അതിൽ വരുന്നത് എന്നുള്ളത് ഒരു 7ഓളം പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ അതിൽ നിങ്ങൾ എസ്സേ ആണ് എഴുതേണ്ടത്. എസ്സേ എഴുതുമ്പോൾ ആദ്യം ഇന്റർനാഷണൽ NGOs ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്നുള്ള ആ ഒരു മെയിൻ ഹെഡിങ്ങിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അതിനുശേഷം ഇന്റർനാഷണൽ NGOsനെ കുറിച്ച് ഒരു 4-5 ലിസ്റ്റ് ചെയ്യുക. അത് കൂടാതെ തന്നെ നാഷണൽ NGOs, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന NGOsനെ കുറിച്ച്, അത് നാഷണൽ ആവാം ഇന്റർനാഷണൽ ആവാം, അത്തരത്തിലുള്ള NGOsനെ ഒന്ന് ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മെയിൻ കാതലായിട്ടുള്ള എസ്സേയിലേക്ക് വരിക. അത് റോൾ ഓഫ് ഇന്റർനാഷണൽ NGOs, അതിനും ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്നിട്ട് 7 പോയിന്റ്സുകൾ ലിസ്റ്റ് ചെയ്യുക. ഏതൊക്കെയാണ് 7 പോയിന്റ്സുകൾ എന്ന് പറയുന്നത്? അഡ്വക്കസി ആൻഡ് പോളിസി ഇൻഫ്ലുവൻസ്, രണ്ടാമത് അവയർനെസ് ക്രിയേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, കൺസർവേഷൻ ആൻഡ് റീസ്റ്റോറേഷൻ പ്രൊജക്ട്സ്, ദെൻ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആൻഡ് എംപവർമെന്റ്, ദെൻ ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് റിക്കവറി, ദെൻ റിസർച്ച് ആൻഡ് മോണിറ്ററിംഗ്, ദെൻ ഇന്റർനാഷണൽ കൊളാബറേഷൻ ആൻഡ് കോർഡിനേഷൻ. സോ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളൊരു 7 പോയിന്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 7 പോയിന്റിനെ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഒരു 3 പോയിന്റ്സ് കൂടി, 3-4 പോയിന്റ്സ് കൂടി അതിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. സോ എന്താണ് ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്? അഡ്വക്കസി ആൻഡ് പോളിസി ഇൻഫ്ലുവൻസ്. International NGOs lobby governments and international organizations to adopt stronger environmental regulations and policies. അപ്പോൾ ഇന്റർനാഷണൽ NGOസും അതേപോലെ തന്നെ അതാത് രാജ്യങ്ങളുടെ ഗവൺമെന്റ്സും കൂടി ചേർന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രോങ് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് ആൻഡ് പോളിസീസ് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ അഡ്വക്കസി ആൻഡ് പോളിസി ഇൻഫ്ലുവൻസിൽ വരുന്നത്. എങ്കിലേ നമ്മളെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ആ ലോകത്തിന്റെ പല ദിക്കുകളിലായിരിക്കും അതിന്റെ എഫക്റ്റ് ഉണ്ടാവുക. ഉദാഹരണത്തിന് കേരളത്തിലെ മണ്ണിടിച്ചിലോ അതല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സോ മറ്റു കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് കാരണം മറ്റൊരു സ്ഥലത്തു കൂടി അതിന്റെ എഫക്റ്റ് ഉണ്ടാവാം. അപ്പൊ അതിന്റെ പ്രകൃതിയുടെ ബാലൻസ് അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ടാവുന്ന കാര്യം. അതല്ലെങ്കിൽ കേരളത്തിൽ വരുന്ന ഡിസാസ്റ്ററിന് ഒരു കാരണം മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ മറ്റേതെങ്കിലും പ്രദേശങ്ങളിലുള്ള മാറ്റങ്ങൾ കൂടി ആവാം എന്നുള്ളതും കൂടി ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ഇതിൽ ഇൻവോൾവ് ആവണം. അപ്പോൾ രാജ്യങ്ങളുടെ ഗവൺമെന്റും ഇന്റർനാഷണൽ NGOസും കൂടി ചേർന്നുകൊണ്ട് അത്തരത്തിലുള്ള സ്ട്രോങ്ങർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ റെഗുലേഷൻസ് ആൻഡ് പോളിസീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ കാതലായിട്ടുള്ള ഒരു റോളാണ്. കണ്ടക്ട് റിസർച്ച് ആൻഡ് അനാലിസിസ് to inform policy decisions and advocate for evidence-based solutions. Okay, policy decisions എടുക്കുന്നതിനും evidence-based solutions കൊടുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള റിസർച്ച് ആൻഡ് അനാലിസിസുകൾ നടത്തുക. ആരുടെ റോളാണ് അത്? ഇന്റർനാഷണൽ NGOs അല്ലെങ്കിൽ NGOസിന്റെ റോളാണ്. അതിലൊക്കെ എക്സാമ്പിളുകളൊക്കെ ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഇൻക്ലൂഡിംഗ് ഫിഷിംഗ്, ഫോറസ്ട്രി, എമിഷൻ സ്റ്റാൻഡേർഡ്സ്, പ്രൊമോട്ടിംഗ് റിന്യൂവബിൾ എനർജി സോഴ്സസ് ആൻഡ് അഡ്വക്കേറ്റിംഗ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് എൻഡാഞ്ചേർഡ് സ്പീഷീസസ്, അല്ലെ? കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന സ്പീഷീസുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള റിസർച്ചുകൾ, അതിന്റെ അനാലിസിസുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പോളിസി ഡിസൈഡ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുക? ഒരു സഹായം നൽകുക. അത് ആരാണ് ചെയ്യേണ്ടത്? അത് ഇന്റർനാഷണൽ NGOs അല്ലെങ്കിൽ NGOs ആണ്. ദെൻ സെക്കൻഡ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് അവയർനെസ് ക്രിയേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, വായിച്ചാൽ മനസ്സിലാവുന്നത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. NGOs play a vital role in educating the public about environmental issues and importance of conservation. Okay, അപ്പോൾ ഒരു പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതേപോലെ തന്നെ പ്രകൃതിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രോബ്ലംസിനെ കുറിച്ച് പബ്ലിക്കിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. They use various methods
including campaigns, workshops, social media usages, and educational materials to reach diverse audiences. വ്യത്യസ്ത ഓഡിയൻസിലേക്ക് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളും വർക്ക്ഷോപ്പുകളും മറ്റ് ക്യാമ്പയിനുകളൊക്കെ കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള അവയർനെസ്സും എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകളൊക്കെ നടത്തുക. ദിസ് ഹെൽപ്സ് ടു ഫോസ്റ്റർ എ സെൻസ് ഓഫ് എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് എൻകറേജസ് ഇൻഡിവിജ്വൽസ് ടു അഡോപ്റ്റ് മോർ സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ്. ഓക്കെ, ഇപ്പോൾ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? കൺസർവേഷൻ ആൻഡ് റീസ്റ്റോറേഷൻ പ്രൊജക്ട്സ് എന്നുള്ളതാണ്. റീസ്റ്റോറേഷൻ ഓർ കൺസർവേഷൻ ആൻഡ് റീസ്റ്റോറേഷൻ പ്രോജക്ട്സ് എന്നുള്ളത്. Many international NGOs implementing on-the-ground projects aimed at conserving ecosystems and biodiversity. എക്കോസിസ്റ്റത്തെയും ബയോഡൈവേഴ്സിറ്റിയെയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഓൺ ദി ഗ്രൗണ്ട് പ്രൊജക്ട്സുകൾ NGOs, ഇന്റർനാഷണൽ NGOs ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ദീസ് പ്രൊജക്ട്സ് ക്യാൻ ഇൻവോൾവ് ഹാബിറ്റാറ്റ്. ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത് വരണം. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ദൈനംദിനം. അപ്പൊ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, കാടുകളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആരും അത് എല്ലായ്പ്പോഴും ഉപയോഗിക്കരുത് അല്ലെ. അപ്പോൾ അല്ലാണ്ട് ഒരൊറ്റ ദിവസം മാത്രം ആ ഒരു സംഭവം ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് പ്രകൃതിയുടെ ഗുണത്തിന് വരില്ല അല്ലെ. അപ്പോൾ ഹാബിറ്റ് ഉണ്ടാക്കുക. അത്തരത്തിലുള്ള ഹാബിറ്റാറ്റ്, അതിന് റീസ്റ്റോറേഷൻ ഹാബിറ്റാറ്റ്, റീഫോറസ്റ്റേഷൻ ഹാബിറ്റാറ്റ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഹാബിറ്റാറ്റ് ആൻഡ് സസ്റ്റൈനബിൾ റിസോഴ്സ് മാനേജ്മെന്റ് ഹാബിറ്റാറ്റ്, അത്തരത്തിലുള്ള ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഓർഗനൈസേഷൻ ലൈക്ക് ദി എർത്ത് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് സീ ഷെഫേർഡ്സ് കൺസർവേഷൻ സൊസൈറ്റി focuses on marine conservation and combating ഇല്ലീഗൽ ഫിഷിങ്സ്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരം ഓർഗനൈസേഷൻസ് എതിർക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൊസൈറ്റികൾ എതിർക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ഫോർത്ത് പോയിന്റ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആൻഡ് എംപവർമെന്റ് എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി എൻഗേജ് ചെയ്യിപ്പിക്കുക, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയെ എംപവർ ചെയ്യിപ്പിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെയൊക്കെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, എഡ്യൂക്കേറ്റ് ചെയ്യുക, അവയർനെസ് പ്രോഗ്രാംസ് കൊടുക്കുക. പിന്നെ കമ്മ്യൂണിറ്റി എൻഗേജ് ചെയ്യിപ്പിക്കുക, കമ്മ്യൂണിറ്റി എംപവർ ചെയ്യിപ്പിക്കുക. ഇന്റർനാഷണൽ NGOs often work directly with local communities to address environmental challenges and promoting സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് അഡ്രസ് ചെയ്യുന്നതിന് കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സിനെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ തന്നെ എംപവർ ചെയ്യിപ്പിക്കുക. അത്തരത്തിലുള്ള ആ ഒരു കാര്യബോധം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതൊരു ഉത്തരവാദിത്തം ആരുടേതാണ്? അത് NGOസിന്റെ ആണ്. They empower communities to participate in conservation efforts, manage natural resources sustainable, and develop alternative livelihoods. This can involve providing training, resources and support for community-led initiatives. Okay, അപ്പോ ട്രെയിനിങ്ങുകൾ കൊടുക്കുക, റിസോഴ്സുകൾ അവൈലബിലിറ്റി കൊടുക്കുക, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ലെഡ് ഇനിഷ്യേറ്റീവ്സുകൾ നടത്തുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് കമ്മ്യൂണിറ്റിയെ എൻഗേജ് ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മ്യൂണിറ്റിയെ അതിലൂടെ എംപവർ ചെയ്യിപ്പിക്കുക. ഓക്കെ, കമ്മ്യൂണിറ്റി അതിനാവശ്യമായിട്ടുള്ള പര്യാപ്തത വളർത്തിയെടുക്കുക. ഓക്കെ, the next one, fifth point, disaster relief and recovery. എന്താണ് disaster relief and recovery? Some international NGOs specialize in providing emergency relief and support in the aftermath of natural disaster, including those exacerbated by climate change. They may focus on environmental reconstruction, providing humanitarian assistance and helping communities rebuild their livelihoods. ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഡിസാസ്റ്റർ സംഭവിച്ചതിന് ശേഷം അവർക്ക് റീഹാബിലിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, അത് കൊടുക്കുക, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഫുഡാണെങ്കിലും വസ്ത്രമാണെങ്കിലും അതേപോലെ തന്നെ മറ്റവരുടെ താമസ സൗകര്യങ്ങളാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ആരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നുണ്ട്? അത് ഇന്റർനാഷണൽ NGO അല്ലെങ്കിൽ നാഷണൽ NGOസിന്റെ റോളുകളായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? സിക്സ്ത് വൺ, റിസർച്ച് ആൻഡ് മോണിറ്ററിംഗ്. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൂടുതലായിട്ടുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കുക, അതേപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇനി അതുപോലെ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് കണ്ടെത്തുന്നതിന് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ആൻഡ് മോണിറ്ററിംഗിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. Many NGOs conduct research and monitoring to assess environmental conditions, track changes, and evaluate the effectiveness of conservation efforts. This data helps information decision making and ensures that conservation strategies are based on scientific evidence. ഓക്കെ, അപ്പോൾ ആ റിസർച്ചുകൾ നടത്തുക. ഡിസാസ്റ്റേഴ്സിനെ ആണെങ്കിലും ഹസാർഡ്സിനെ ആണെങ്കിലും പൊല്യൂഷൻസിനെയൊക്കെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും ഒക്കെ റിസർച്ചുകൾ നടത്തുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. അതെങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, ഇനി എങ്ങനെ സംഭവിക്കാൻ, ഏത് സാഹചര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക. അപ്പോൾ അതിനുശേഷം തീരുമാനങ്ങൾ, പിന്നീട് അങ്ങോട്ടുള്ള തീരുമാനങ്ങൾ, അതേപോലെ തന്നെ മറ്റു സ്ട്രാറ്റജികൾ കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ റിസർച്ച് ആൻഡ് മോണിറ്ററിംഗ് സഹായിക്കുന്നു. അത് ആരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്? അത് ആരുടെ റോളിന്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ്? NGOസിന്റെ റോളാണ്. ഇന്റർനാഷണൽ NGOസും അതേപോലെ തന്നെ
നാഷണൽ NGOസും അതാത് കൺട്രികളുടെ അല്ലെങ്കിൽ അതാത് രാജ്യങ്ങളുടെ ഗവൺമെന്റ്സുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ടായിരിക്കും ചെയ്യുക. അപ്പോൾ അതിന്റെ അവസാനമായിട്ട് വരുന്ന എന്താണ് ഇന്റർനാഷണൽ കൊളാബറേഷൻ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ NGOs play a key role in facilitating collaboration and coordination between different stakeholders, including governments, other NGOs, and the private sector. They work to build partnership, share knowledge and best practices, and mobilize resources to address global environmental challenges. Okay, അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ റിസർച്ചുകളൊക്കെ നടത്തി ഇനി ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല, അത്തരത്തിലുള്ള മുൻകരുതലും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആരുടെയൊക്കെ കൊളാബറേഷൻസ് കൊണ്ടുവരാൻ കഴിയണം? ഇത്തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സും അതേപോലെ തന്നെ NGOസും ഗവൺമെന്റ് സെക്ടേഴ്സും അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു സെൻസിൽ ഒരു കോർഡിനേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ആയിട്ടുള്ള പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ കാര്യങ്ങളൊക്കെ സാധൂകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇതും ഇന്റർനാഷണൽ NGOസും അല്ലെങ്കിൽ നാഷണൽ NGOസിന്റെ ഭാഗത്തുകൂടി വരുന്ന റോളുകൾ വരുന്ന 7ാമത്തെ പോയിന്റ് ആണ്. സോ നമ്മൾ 7 പോയിന്റ്സുകളാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ ഇതിന്റെ ഇൻട്രോഡക്റ്റീവ് പാർട്ടിൽ കുറച്ച് കാര്യങ്ങൾ വന്നു. അപ്പോൾ ഈ 7 പോയിന്റ് വന്നു. ഇനി പറയാൻ പോകുന്ന ഇന്ത്യയിലുള്ള NGOസിന്റെ റോളുകൾ കൂടി എടുത്ത് പറയുമ്പോൾ നമുക്ക് എസ്ഐക്ക് കൃത്യമായിട്ടുള്ള ഒരു പാക്കേജ് കിട്ടുന്നതായിരിക്കും. ഏതൊക്കെയാണ് 7 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ? അഡ്വക്കസി ആൻഡ് പോളിസി ഇൻഫ്ലുവൻസ്, അവയർനെസ് ക്രിയേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, കൺസർവേഷൻ ആൻഡ് റിസ്റ്റോറേഷൻ പ്രൊജക്ട്, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആൻഡ് എംപവർമെന്റ്, ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് റിക്കവറി, റിസർച്ച് ആൻഡ് മോണിറ്ററിംഗ്, ദെൻ ലാസ്റ്റ് വൺ ഇന്റർനാഷണൽ കൊളാബറേഷൻ ആൻഡ് കോർഡിനേഷൻ. ദ നെക്സ്റ്റ് വൺ റോൾ ഓഫ് NGOs ഇൻ ദി പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് ഇൻ ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇന്ത്യയിലുള്ള കാര്യത്തെക്കുറിച്ച് കൂടി നമുക്ക് ഇതിന്റെ വേണമെങ്കിൽ ഇതിന്റെ അണ്ടറിൽ എഴുതി വെക്കാവുന്നതാണ്. ഒരു 5-8 പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയാൽ മതി. അറിയുന്ന കാര്യം തന്നെയാണ്, ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ക്രിയേറ്റിംഗ് അവയർനെസ് എമംഗ് ദി പബ്ലിക്, ഓക്കെ, പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഫെസിലിറ്റേറ്റിംഗ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വേരിയസ് കാറ്റഗറീസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ ഡിസ്കഷൻ ഓഫ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ സംബന്ധിക്കുന്ന ഡിസ്കഷൻസിൽ വേരിയസ് കാറ്റഗറീസ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഉൾപ്പെടുത്തുക. ഗവൺമെന്റ് ആണെങ്കിലും അതേപോലെ തന്നെ NGOs ആണെങ്കിലും അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും മറ്റു എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക. കണ്ടക്ടിംഗ് പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ. ഇപ്പൊ നമ്മളെ ലൊക്കാലിറ്റിയിലുള്ള അല്ലെങ്കിൽ വില്ലേജിലുള്ള ഒരു പ്രദേശത്തുള്ള ആ റൂറൽ അപ്രൈസലുകൾ നടത്തുക. റൂറൽ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ റിസോഴ്സുകളെ തരംതിരിക്കുക. റിവർ, അതേപോലെ തന്നെ കുളങ്ങൾ, അതേപോലെ തന്നെ കിണർ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഫോറസ്റ്റ് ഏരിയ, അതേപോലെ തന്നെ താമസ സൗകര്യങ്ങൾ കൂടുതലുള്ള ഏരിയ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസലുകൾ വഴി നമുക്ക് കണ്ടെത്താൻ പറ്റും. Okay, then being involved in the protection of human rights to have clean environment, അത് റോളാണ്. പ്രൊട്ടക്ടിങ് ദ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് എൻഷുറിംഗ് ദ ഇക്വിറ്റബിൾ യൂസ് ഓഫ് റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സ് പ്രൊട്ടക്ട് ചെയ്യുക. ഡാറ്റ ജനറേഷൻ ഓൺ നാച്ചുറൽ റിസോഴ്സിനെ സംബന്ധിക്കുന്ന ഡാറ്റ ജനറേഷൻ, അതായത് ഇതിലൂടെയാണ് പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസലിലൂടെയാണ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസലിലൂടെ തന്നെയാണ് ഡാറ്റ ജനറേഷൻസും നാച്ചുറൽ റിസോഴ്സിനെ കുറിച്ചുള്ള ഡാറ്റ ജനറേഷൻസ് ഒക്കെ നടത്തുന്നത്. ദെൻ ടൈം ലൈൻ ഹിസ്റ്ററി ഓഫ് വില്ലേജസ്, ദെൻ അനാലിസിസ് ആൻഡ് മോണിറ്ററിംഗ് ആൻഡ് environmental equity, then transferring information through newsletters, brochures, articles, audiovisual, etc. Then organizing seminars, lectures and group discussions for promoting of environmental awareness. Then helping the village administrative officials in the preparation, application and execution for projects on environmental protection. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സെന്റൻസുകളായിട്ട്, വേർഡുകളായി, ഒറ്റ സെന്റൻസുകളായിട്ട് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 7 പോയിന്റ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 10 പോയിന്റ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിനെ എഴുതാൻ പറ്റുന്നതായിരിക്കും. സോ നമ്മളിവിടെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അടുത്ത വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ വേൾഡ് വൈഡ് ഫണ്ട് ആൻഡ് എൻവയോൺമെന്റൽ ഫൗണ്ടേഷൻ ഫോർ ആഫ്രിക്ക. ഇതും എന്ത് തന്നെയാണ്, ഇന്റർനാഷണൽ NGOസിൽ വരുന്ന 2 NGOകളാണ്. ഞാൻ അവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് ഇന്റർനാഷണൽ NGOs. അതിൽ പ്രധാനമായിട്ടും വരുന്ന 2 NGOസിനെ കുറിച്ചുള്ള ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. സോ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഈ ചോദ്യമായിരിക്കും നോക്കുക. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അഡ്മിഷൻ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.